എല്ലാവരുടെയും സ്വപ്നമുള്ള വീടാണ്. പുതിയ വീട് വെക്കുന്ന ആളുകളൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഹലോ, ഹായ്. ഇടുക്കിവറിൻ്റെ വീഡിയോ കാണുന്ന ഓരോ പ്രേക്ഷകർക്കും പുതിയ വീട് വെക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ തീർച്ചയായിട്ടും ആ വീടുകളിൽ ഉപയോഗിക്കപ്പെട്ടിട്ടുള്ള ഓരോ പ്രൊഡക്റ്റിനെ കുറിച്ചും കൂടുതലായിട്ട് അറിയാൻ ആഗ്രഹം ഉണ്ടാവും അല്ലേ. നമ്മളൊരു പുതിയ വീട് വെക്കുമ്പം നമ്മൾ കാണുന്ന വീഡിയോയിലുള്ള വീടിൻ്റെ അകത്ത് ഏതൊക്കെ മെറ്റീരിയലാണ് ഉപയോഗിക്കപ്പെട്ടുള്ളതെന്ന് അറിയുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് തിരഞ്ഞെടുക്കാൻ വളരെ എളുപ്പമാവും. അപ്പോൾ നമ്മുടെ ഇനിയുള്ള ഓരോ വീഡിയോകളിലും ഇത്തരത്തിലുള്ള ഓരോ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടും കൂടുതൽ പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ വലത്തെ ഭാഗത്തുള്ള ടാഗിങ് ബട്ടണിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പോൾ അതേ ടച്ച് ചെയ്ത് തീർച്ചയായിട്ടും അതിൻ്റെ സൈറ്റിലേക്ക് പോകാം. നമുക്ക് ആ പ്രൊഡക്റ്റിനെ കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇനിയിപ്പോൾ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെയാണ് തീർച്ചയായിട്ടും അത് വാങ്ങാനൊക്കെ സാധിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്കിപ്പോൾ ഈ വീടിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഫ്ലോറിംഗ് ടൈല് തന്നെ പല കമ്പനികളും പല വ്യത്യസ്തമായിട്ടുള്ള ടൈപ്പിലുള്ളതുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ കണ്ട് മനസ്സിലാക്കുന്നതിലൂടെ പുതിയ വീട് വെക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഏത് പ്രൊഡക്റ്റ് വാങ്ങണം എന്നുള്ളൊരു തീരുമാനത്തിൽ എത്താൻ സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും അതൊരു ഗുണകരമായി മാറും തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീടെന്ന് പറഞ്ഞാൽ 5 ബെഡ്റൂമോട് കൂടി നിർമ്മിക്കപ്പെട്ടിട്ടുള്ളൊരു ഇരുനില വീടാണ്. അപ്പോൾ ഇതിൻ്റെ നിർമ്മിച്ച ആളും അതോടൊപ്പം വീട്ടുകാരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അവർ നമ്മളോട് പറയും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാം കേട്ടോ. ചേട്ടാ നമസ്കാരം. നമസ്കാരം. എൻ്റെ പേര് സുനിലിനാണ്. എസ് എം ബിൽഡേഴ്സ് നിർമ്മിച്ചിരിക്കുന്ന കണ്ടംപററി സ്റ്റൈലൊരു വീടാണിത്. ഇതിപ്പം നമ്മൾ ക്വാളിറ്റിയിൽ മുൻഗണന കൊടുത്തുകൊണ്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീട് ചെയ്യാനായിട്ട് ഉദ്ദേശം ഒരു 8 മാസത്തെ കാലാവധിയോളം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു മെയിൻ റോഡിൻ്റെ സൈഡിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീടിന് കുറച്ച് പെയിൻറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ടെസ്റ്റ് വർക്കെല്ലാം അപ്പോൾ അത് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ സിറ്റൗട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത് 10x5 സൈസിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ക്ലയൻറ്റിൻ്റെ ആവശ്യപ്രകാരം നമ്മൾ ഗ്രാനൈറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഉടമസ്ഥനെ നമ്മൾ ഒന്ന് പരിചയപ്പെട്ടിരിക്കേണ്ട ആളാണ്. അദ്ദേഹം ഫ്ലവേഴ്സ് TV-യിലെ കോമഡി ഉത്സവത്തിലെ ആർട്ടിസ്റ്റാണ്. നമുക്ക് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാം. ഹായ്, നമസ്കാരം. നമസ്കാരം, ഞാൻ രാഹുൽ. എന്താ ചെയ്യുന്നതെന്ന് പറയാം. ഇപ്പോൾ ഞാനിപ്പം ഒരു ആർട്ട് ഫിലിം കമ്പനിയിൽ കോണ്ടന്റ് റൈറ്ററാണ്. എവിടെ സ്ഥലം? ട്രിവാൻഡ്രത്താണ് വർക്ക് ചെയ്തത്. ഇപ്പോൾ ഓൺലൈനായിട്ടാണ്. പിന്നെ വർക്ക് ഷൂട്ടൊക്കെ വരുമ്പോൾ ട്രിവാൻഡ്രം പോകും. അതെ അല്ലേ. കോമഡി അല്ലേ, കോമഡി ഉത്സവത്തിലുണ്ട്. ഞാൻ ഫ്ലവേഴ്സിൽ കോമഡി ഉത്സവത്തിലുണ്ടായിരുന്നു. 2017 തൊട്ടിപ്പം 2022 വരെ അതിൽ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. ഒരു 8-9 എപ്പിസോഡുകൾ ഫ്ലവേഴ്സിൽ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു കണ്ടംപററി സ്റ്റൈലൊരു വീട് വെക്കാനായിട്ടുണ്ടായിരുന്ന ഒരു കാര്യം എന്താണെന്ന് പറയാം. നമ്മുടെ പഴയ വീട് ഇവിടെ തന്നെ ആയിരുന്നു, ഈ പൊസിഷനിൽ തന്നെ ആയിരുന്നു. അതൊരു 10-40-50 വർഷം പഴക്കം ഉണ്ടായിരുന്നു. അപ്പം പഴക്കം ചെന്നതോടെ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അപ്പം നമ്മളൊരു വീട് എല്ലാവരുടെയും സ്വപ്നമുള്ള വീട്, അതുകൊണ്ട് ഞങ്ങൾ പുതിയൊരു വീട് പ്ലാൻ ചെയ്തു. പിന്നെ ഒരുപാട് കണ്ടംപററി എന്ന് പറയാൻ പറ്റില്ല, കാരണം കണ്ടംപററി നമ്മുടെ കാലാവസ്ഥയ്ക്ക് അത്ര അനുയോജ്യമായിട്ട് തോന്നിയിട്ടില്ല. കാരണം മഴയൊക്കെ ആകുമ്പോഴത്തേനും പായൽ പിടിക്കാനുള്ള സാധ്യതകളൊക്കെ ഭയങ്കര കൂടുതലായിട്ട് എല്ലാവരും പറയുന്ന ഒരു ബുദ്ധിമുട്ട്. അതുകൊണ്ട് നമ്മൾ കൂടുതലും ഷെയ്ഡുകൾ കൂടുതൽ ഉപയോഗിച്ചിട്ടാണ് ഈ വീട് പണിതിരിക്കുന്നത്. നമ്മളിപ്പോൾ സിറ്റ് ഔട്ടിൽ ഫ്രഞ്ച് ടൈപ്പ് ജനലാണ് കൊടുത്തിരിക്കുന്നത്. ഇത് പണിതിരിക്കുന്നത് വേങ്ങ തടി കൊണ്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഇങ്ങോട്ട് വരുമ്പം നമ്മൾ തേക്ക് മെയിൻ കട്ടളയും കഥകും തേക്കിൻ്റെയാണ്. ഇതും നമ്മുടെ ഒരു പഴയ ഒരു ട്രഡീഷണൽ ലുക്കിലാണ് നമ്മൾ കൊത്തുപണികളൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഇപ്പം സൂത്രപ്പട്ടിക വെച്ചിട്ടുള്ള ഇതാണ്. ഇത് മടിത്താഴ് കൊടുത്തിട്ടുണ്ട്. മടിത്താഴ് പക്ഷെ അത്ര സെക്യൂറാന്ന് ഞാൻ പറയുന്നില്ല, കാരണം ഒരു ലുക്ക് അത്രേ ഉള്ളൂ. അതിന് അത്ര വേറെ ഭംഗിക്ക് ഉപയോഗിക്കുക എന്നുള്ളതല്ലാതെ ഒരുപാട് സെക്യൂരിറ്റി ഒന്നുമില്ല. അതുകൊണ്ട് നമ്മൾ എക്സ്ട്രാ വേറൊരു സെൻട്രൽ ലോക്ക് നമ്മൾ വേറെ കൊടുത്തിട്ടുണ്ട്. അതായത് പുതിയ വീട് വെക്കുന്ന ആളുകളൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഡോറിന്റെ കാര്യത്തിൽ അല്ലേ. അപ്പൊ ഇതൊരു ഭംഗിക്ക് ഉപയോഗിക്കാം, പക്ഷെ അത് സെക്യൂരിറ്റി എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് ഇതാണ് അപ്പൊ നമ്മുടെ ലിവിംഗ് ഏരിയ. ഇതൊരു 10x12 സൈസിലാണ് ഇത് പണിതിരിക്കുന്നത്. ടൈലെന്ന് പറഞ്ഞാൽ നമ്മുടെ സൊമാനി ടൈലാണ് നമുക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ വീട് ഫുള്ള് നമ്മൾ സൊമാനിയിലെ ടൈലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ കിച്ചണിലും ബാത്റൂമിലും മാത്രമേ നമ്മൾ വേറെ ടൈൽ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ വരുമ്പോഴത്തേനും 2 അതാണ് നമ്മുടെ ഫ്രണ്ട് സീറ്റ് ഔട്ട് കണ്ടോ ജനാല്. ഇനി ഈ ഭാഗത്തായിട്ട് ഇവിടെ ഒരു നമ്മുടെ കാർ പോർച്ചിന്റെ സൈഡിലായിട്ടുള്ള അതെല്ലാം വേങ്ങ തന്നെയല്ലേ? എല്ലാം വേങ്ങ തന്നെയാണ്. പിന്നെ വേറെ നമ്മൾ എക്സ്ട്രാ ഇന്റീരിയർ വർക്ക് അധികം ഉപയോഗിച്ചിട്ടില്ല. ഇന്ത്യയിൽ അങ്ങനെ കൂടുതലായിട്ട് വന്നിട്ടില്ല. പിന്നെ ഇവിടെ ഒരു ഷോക്കേസ് ഷോക്കേസ് ഉണ്ടല്ലേ. നമ്മുടെ മൊമെന്റോസ് ഒക്കെ ആയിരിക്കും ഇതല്ലേ? നമ്മുടെ ലാമിനേഷൻ ഷീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ലാമിനേഷൻ ഷീറ്റാണ് പണിയിച്ചെടുക്കാം. അതെ അല്ലേ. ഇതാണ് നമ്മുടെ മൊമെന്റോസ് ഒക്കെ അച്ഛൻ്റെ ആയതല്ലേ? ശരി കൊറേ ഉണ്ടല്ലോ. പിന്നെ ഒരു ഗിന്നസ് റെക്കോർഡിന്റെ ഒരു ഫ്ലവേഴ്സ് പ്രോഗ്രാം ചെയ്തപ്പം ഇവിടുന്ന് കിട്ടിയതാണ്. ഇതാണ് ഗിന്നസിന്റെ. ശരി. അങ്ങനെയുള്ള എല്ലാം ഈ ഭാഗത്തേക്ക് നമ്മൾ സൂക്ഷിച്ച് കാണാൻ പാകത്തിന് വെച്ചിരിക്കുന്നത്.
ഇനി നമ്മൾ ഇങ്ങോട്ട് വരുമ്പോഴത്തേനും ഇവിടെ നമുക്കൊരു എത്ര ബെഡ്റൂം മൊത്തം വരുന്നത്? മൊത്തം നമുക്ക് താഴെ 3 ബെഡ്റൂം, മേളിൽ 2 ബെഡ്റൂമാണ് വരുന്നത്. അങ്ങനെ വരുന്നല്ലേ? അപ്പൊ നമ്മുടെ ഇവിടാണ് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം. ഇതിന്റെ ഡോർ എങ്ങനെയാന്ന് പറയാം? ഇത് വേങ്ങ തന്നെയാണ്. വേങ്ങ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ വേങ്ങ ഇവിടെ കൂടുതലായിട്ട് കിട്ടുന്ന മരമാണോ? ഇത് ഒത്തിരി നല്ലതായിട്ട് നിലനിൽക്കുവേ, അങ്ങനെ കുഴപ്പമൊന്നും എത്ര നാളാണെങ്കിലും കിടന്നോളൂ. ഇതും ഒരു 10-12 ബെഡ്റൂമാണ് ഇത്. ഇതും സൊമാനിയൻ ടൈൽ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സൊമാനിയ. പിന്നെ 2 സൈഡിലും ജനല് വരുന്നുണ്ട്. ഇതെല്ലാം 3 വാളയുടെ ജനല് തന്നെയാണ്. അതിന് ഉപയോഗിച്ചിരിക്കുന്ന വേങ്ങ തന്നെയാണോ? വേങ്ങ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ അവിടെ ഒരു ഡ്രസ്സിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു അലമാരി വെച്ചിട്ടുണ്ടല്ലേ? പിന്നെ ഇവിടാണ് ബാത്റൂം വരുന്നത് നമുക്ക്. ഇത് ബാത്റൂം അറ്റാച്ച് ആണ്. ബാത്റൂം വരുന്നുണ്ട്. ഇതിന്റെ ഡോറോ? ഇത് നമ്മള് സാധാരണ ഫൈബർ ഡോർ അല്ലേ? ഇതാണ് നമ്മുടെ ബാത്റൂം. നമ്മൾ ഓരോ ബാത്റൂമിൽ ഓരോ സ്റ്റൈൽ ടൈലാണ് കൊടുത്തിരിക്കുന്നത്. നമ്മള് ബാത്റൂമിലാണ് നമ്മൾ ഏറ്റവും സ്വസ്ഥമായിട്ട് ഇരിക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം ഏറ്റവും സമാധാനത്തോടെ നമുക്ക് ഇരിക്കാൻ. അപ്പൊ നമ്മൾ ഓരോ ബാത്റൂമിൽ കയറുമ്പോഴും ഓരോ കാഴ്ചപ്പാടുണ്ടാവണം. വ്യത്യാസമാണല്ലേ? ഇതൊരു സിംഗിൾ പീസ് ക്ലോസറ്റ് കൊടുത്തിട്ടുണ്ട്. ഫിറ്റിംഗ്സ് കൊടുത്തിട്ടുണ്ട്. ഇത് ബാത്തക്സ് തന്നെയാണ് നമ്മള് ബ്രാൻഡ് കൊടുത്തിരിക്കുന്നത്. ബാക്കിയെല്ലാം സൊമാനിയാണ് അല്ലേ? ഈ ക്ലോസിനൊക്കെ എന്ത് റേറ്റ് വരുന്നുണ്ടാവും? ക്ലോസിന് ഇതൊരു 13 റേറ്റ് വരുന്നുണ്ട്. വാട്ടർ ഹീറ്റർ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മള് സ്പേസ് ലാഭിക്കാൻ വേണ്ടിയാണ് നമ്മള് ചെറിയ കോർണർ ചെറിയൊരു വലിയ നമ്മൾ ഇത്ര ഏരിയ നഷ്ടപ്പെട്ടു. പിന്നെ ഷവർ പിന്നെ ബാക്കിയുള്ള ഫിറ്റിംഗ്സ് അല്ലേ? ഇതിപ്പം നമ്മള് ഇവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഡൈനിങ് ഏരിയയിലേക്ക് വരുന്നത് ഏരിയയാണ്. ഇവിടെ ഒരു 15-14 സൈസിലാണ് നമ്മള് ഡൈനിങ് ഏരിയ കൊടുത്തിരിക്കുന്നത്. 15 എത്ര? 15-14 അല്ലേ? അപ്പം ഇവിടെ നമ്മുടെ TV പൊസിഷൻ കൊടുത്തിരിക്കുന്നത്. നമ്മള് വേറെ എക്സ്ട്രാ സ്റ്റാൻഡ് ഒന്നും ഒരു TV യൂണിറ്റ് ആയിട്ട് അങ്ങനെ ചെയ്തിട്ടില്ല. നമ്മള് അല്ലാതെ TV സെറ്റ് ചെയ്തല്ലേ? അപ്പൊ സ്ഥലം കുറച്ചും കൂടെ അല്ലേ ഈ ഭാഗത്തേക്കുള്ള അധിക ചെലവ് കുറയ്ക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ പിന്നെ ഇവിടെ നിന്ന് വരുവാണെങ്കിൽ ഇവിടെ നമ്മള് സ്റ്റെയറിന്റെ താഴെയാണ് നമ്മള് ഇൻവേർട്ടർ കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത്. ഇൻവേർട്ടർ ഇവിടെ ഈ ഭാഗത്ത്. ഈ സ്റ്റെയറിലെല്ലാം ഉപയോഗിച്ചിരിക്കുന്ന ഗ്രാനൈറ്റ് അല്ലേ? ഗ്രാനൈറ്റ് ഹാൻഡ് റെയിലും കൊടുത്തിട്ടുണ്ട് സ്റ്റീലിന്റെ അല്ലേ? പിന്നെ അവിടെ വരുമ്പോ പിന്നെ ഇവിടെ ഇതൊരു നമ്മുടെ വാഷേരി ഈ ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. സിമ്പിൾ ആയിട്ട്. ഇതിന്റെ താഴ്ഭാഗത്ത് നമ്മൾ സ്റ്റോറേജും കൊടുത്തിട്ടുണ്ട് അല്ലേ? ഓക്കെ. പിന്നെ ഇത് അടുത്ത ബെഡ്റൂമാണ്. ഇതിന്റെ ഡോറുകൾ ഇത്തരത്തിൽ തന്നെയല്ലേ? വേങ്ങ തന്നെയാണോ? വേങ്ങ തന്നെയാ വന്നേക്കുന്നത് അല്ലേ? ഓക്കെ. ഇവിടെ അതുപോലെ തന്നെ രണ്ടാമത്തെ ബെഡ്റൂം. ഇത് എത്ര സൈസ് എന്നല്ല അറിയാവോ? ഇതും 12-10 സൈസാ വന്നേക്കുന്നത് അല്ലേ? ഇതെല്ലാം സെയിം തന്നെ സൊമാനിയ ടൈൽ. ഇതും ബാത്റൂം അറ്റാച്ച്ഡാ? 2 ഭാഗത്ത് ജനല് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം വേങ്ങ തന്നെയല്ലേ ജനലുകള് അല്ലേ? 3 പാളിയുടെ. പിന്നെ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും സെയിം തന്നെയാണോ ബാത്റൂം? നമ്മൾ ടൈലിന്റെ വ്യത്യാസമുള്ളൂ, ബാക്കിയെല്ലാം. പിന്നെ ഇവിടെ ഇച്ചിരി ഇത് മറ്റേ ബാത്റൂം അപേക്ഷിച്ച് ഇതിന് സൈസ് കുറവുണ്ട്. അപ്പൊ നമ്മൾ അതിനനുസരിച്ച് ചെറിയൊരു ക്ലോസറ്റിന്റെ സൈസിന് വ്യത്യാസം. ബാത്തക്സ് തന്നെയാണ്. ബ്രാൻഡിലെ ഒന്ന് തന്നെയാണ്. ഫിറ്റിംഗ്സ് എല്ലാം കറക്റ്റ് തന്നെയാണോ? സെയിം തന്നെയാ. പിന്നെ ഇവിടെ വാഷ് ബേസിൻ മറ്റേതിനേക്കാളും ചെറിയൊരു വലിപ്പക്കുറവുണ്ട്. അത് ഈ ബാത്റൂമിന്റെ അടിസ്ഥാനത്തിൽ താഴെ നമ്മൾ ഗ്രിപ്പ് ടൈപ്പ് ടൈല് കൊടുത്തിട്ടുണ്ട് അല്ലേ? കളറിന് ടൈലിന്റെ കളറിന് വ്യത്യാസമുണ്ട് ഈ ബാത്റൂം. ഇതിന്റെ ഡോറ് നമ്മള് PVC തന്നെ അല്ലേ? ഡോറ് തന്നെ ചെയ്ത. പിന്നെ ഇനി അടുത്ത ബെഡ്റൂം. ഇവിടെ ഒരു കോമൺ ആയിട്ട് ബാത്റൂം കൊടുത്തിട്ടുണ്ട് അല്ലേ? ഇതും ഡോറെല്ലാം സെയിം തന്നെയാണ് വന്നേക്കുന്നത്. ക്ലോസറ്റ് എല്ലാം ക്ലോസറ്റ് കൊടുത്തേക്കുന്നത്. ഫിറ്റിംഗ്സ് എല്ലാം സെയിം തന്നെ അല്ലേ? അല്ല ഇതിന്റെ അത് വാട്ടർ ഹീറ്റർ ഇല്ല. അപ്പൊ അത് കൊടുത്തിട്ടുണ്ട്. വാഷ് ഏരിയ നമുക്കിപ്പോ വാഷ് ബേസിൻ ചെറുതായിട്ട് എല്ലാം കോർണർ ചെറിയ വാഷ് ബേസിന് കൊടുത്തിരിക്കുന്നത്.
ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത് ഈ ഭാഗത്ത്. ഇതൊരു സ്മോൾ സൈസ് ആണ്, മറ്റേ ഒരു 310 ഉള്ളേ. ആ, ഇതങ്ങനെ ഗസ്റ്റ് ഒക്കെ വരുവാണെങ്കിൽ കൊടുക്കാൻ പാകത്തിനനുസരിച്ചിട്ട് അങ്ങനെ ഉപയോഗിക്കുന്നില്ല, അംഗങ്ങൾ കുറവായിരിക്കും അല്ലേ? കൂടുതൽ ഇവിടെ മറ്റേ തുണിയൊക്കെ ഇടാൻ വേണ്ടിയൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ആ, തുണിയൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. ആ, ഡൈനിങ് ഏരിയ അത്യാവശ്യം നല്ല വലുപ്പത്തിൽ തന്നെ സെറ്റ് ചെയ്തിരിക്കുന്നു അല്ലേ? കൂടുതൽ ഇന്റീരിയർ വർക്ക് അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് മാത്രമേ. ഇനി കുറച്ച് വർക്ക് കൂടെ പെൻഡിങ് ഉണ്ട്, അപ്പോൾ കുറച്ചും കൂടെ കഴിഞ്ഞിട്ടേ ഉള്ളൂ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ മേളിലേക്ക് വരുമ്പോഴത്തേനും സ്റ്റെയർ കേസിന്റെ ഇവിടെ അത്യാവശ്യം നമ്മളൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്, ലാൻഡിങ് ഏരിയ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ മൂന്ന് വളിയിൽ ഒരു ജനല് വന്നിട്ടുണ്ട്, കാരണം അത്യാവശ്യം നല്ല വെട്ടം താഴെ മറ്റേ ഡൈനിങ് റൂമിന്റെ അങ്ങോട്ടും വരുന്നുണ്ട്. ഈ ഭാഗത്തേക്ക് നന്നായിട്ട് വെട്ടം വരും. ഇപ്പോൾ കറണ്ടിലെ പോലും നല്ല വെട്ടം ഉണ്ടായിരിക്കും. കാരണം പർഗോളൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ഉയരത്തിലൊക്കെ വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ? ക്ലീൻ ചെയ്യാനും മാറാരൊക്കെ പിടിച്ചിട്ട് ഭയങ്കര പാടാണ്. ഇതാകുമ്പോഴത്തേന് ക്ലീനിങ് ഒക്കെ എളുപ്പമാണ് നമുക്ക്, അങ്ങനെയൊക്കെ കുറച്ച് ഗുണമുണ്ട് അല്ലേ? അതുകൊണ്ടാണ് ഒരുപാട് കണ്ടംപററി അല്ലതാനും നമുക്ക് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് വീട് മൊത്തത്തിൽ ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ മേളിലേക്ക് വരുവാണെങ്കിൽ നമ്മൾ താഴെ വെച്ച സെയിം ടൈൽ തന്നെയാണ് ഇവിടെ നമ്മൾ ഉപയോഗിച്ചത്. താഴെ വെച്ചത് വലിയൊരു ഹാളാണ്, നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വരുവാണെങ്കിൽ ഇവിടെ വെച്ച് നടത്താനുള്ളൊരു ഇതിലാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. താഴെ 3 ബെഡ്റൂം ആണെങ്കിൽ ഇവിടെ 2 ബെഡ്റൂം ഉണ്ട്, മൊത്തം 5 ബെഡ്റൂമാണ്. ഇപ്പോൾ ഇങ്ങോട്ട് വരുവാണ്, വെളിയിൽ നമ്മളിങ്ങനെ ഒരു ഓപ്പൺ ടെറസോ അല്ലെങ്കിൽ തുണിയൊക്കെ വിരിക്കാൻ വേണ്ടി റൂഫ് ചെയ്തിട്ടുണ്ട്, അലുമിനിയം. ഇവിടെ നമ്മൾ വാഷിംഗ് മെഷീൻ ഒക്കെ ഇവിടെ വന്നേക്കുന്നത്, വാഷിംഗ് മെഷീൻ ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്നു. ഇങ്ങോട്ട് ഒരു ഓപ്പൺ ടെറസ് ആണ്. ഇവിടെ ഭാവിയിലേക്ക് വേണമെങ്കിൽ റൂം തിരിക്കാം, അല്ലെങ്കിൽ അല്ലെ റൂഫ് ചെയ്തോണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിക്ക് മാറ്റിയെടുക്കാൻ പറ്റും എന്തൊരു സംഭവങ്ങൾ അല്ലെ, തുണിയൊക്കെ ഇടാൻ പാകത്തിനനുസരിച്ചിട്ട്. പിന്നെ അകത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഒരു ബെഡ്റൂം വരുന്നത് അല്ലേ? നമ്മൾ ആക്ച്വലി ഫസ്റ്റ് പ്ലാനിൽ നമുക്ക് ഇങ്ങനെ ഒരു ബെഡ്റൂം ഇല്ലായിരുന്നു. പക്ഷെ പിന്നെ നമ്മൾ ഇവിടെ ഫ്രീ സ്പേസ് ആയിട്ട് കിടക്കുമ്പോൾ ഭാവിയിൽ നമുക്ക് പിന്നെ പണിയണമെങ്കിൽ നമ്മൾ ഇരട്ടി ചെലവായിരിക്കും. അതുകൊണ്ട് നമ്മൾ റീപ്ലാന്റ് ആയിട്ട് നമ്മൾ വീണ്ടും പണിതാണല്ലേ? ഇതിന്റെ സൈസ് അറിയാൻ പറ്റുമോ, അതോ നമ്മൾ താഴത്തെ ഇതിന്റെ സെയിം സൈസ് തന്നെയാണ്. ഇവിടെ പക്ഷെ ഒരു ചെറുതാളേ വരുന്നുള്ളൂ. ഇത് ബാത്റൂം അറ്റാച്ച്ഡ് അല്ല ഈ റൂം അല്ലേ? ഓക്കെ. രണ്ടാമത്തെ ബെഡ്റൂം അല്ലേ? ഇതെല്ലാം വേഗ തന്നെയാണല്ലോ അല്ലേ? ഇവിടെ സെയിം ടൈൽ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്, സൊമാനിയ. ഇവിടെ ഒരു ഡ്രസ്സിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ടല്ലേ? ശരി. ഇവിടെ പിന്നെ 2 ഭാഗത്തായിട്ട് ജനൽ കൊടുത്തിട്ടുണ്ട്. അപ്പുറത്തെ അപേക്ഷിച്ച് അവിടെ ഒരു ഭാഗത്തേ ഉള്ളൂ, ഇവിടെ 2 ഭാഗത്തായിട്ട് 3 പള്ളിയുടെ ജനൽ കൊടുത്തിട്ടുണ്ടല്ലേ? ഇതൊരു ചെരിഞ്ഞ രീതി അനുസരിച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. അതായത് ബെഡ്റൂമിന് ബെഡ്റൂമിന് കുറച്ചുകൂടെ ഹൈറ്റ് കൊടുത്തേക്കുന്നതുകൊണ്ട് അങ്ങനെ കുറച്ചുകൂടെ അല്ലേ ചൂട് കുറയ്ക്കാൻ വേണ്ടി കാര്യമായി. ഓക്കെ. ഇത് ബാത്റൂം അറ്റാച്ച്ഡാണ്. ഇതിന്റെ ഡോറെല്ലാം ഈ പറയുന്ന ഫൈബർ തന്നെയാണ്, ഫൈബർ ഡോർ തന്നെയാണ് വെച്ചേക്കുന്നത്. ഇവിടെ പക്ഷേ ക്ലോസറ്റ് നമ്മൾ സൊമാലിയുടെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സൊമാലി. ഇതെന്ത് റേറ്റ് വരുന്നുണ്ട്? സിംഗിൾ പീസ് 11. പിന്നെ എല്ലാം താഴെ കണ്ട പോലെ തന്നെയുള്ള വാട്ടർ ഹീറ്ററിന്റെ പോയിന്റുകൾ, ബാക്കി എല്ലാ ഫിറ്റിംഗ്സും കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ അതുപോലെ തന്നെ ഒരു ഈ വാഷ് ബേസിൻ മാത്രം ഇത്തരത്തിലുള്ള ചെറുതായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് അല്ലേ? പിന്നെ ടൈലിന് കളർ വ്യത്യാസമുണ്ട് അല്ലേ? ഗ്രിപ്പ് ടൈപ്പ് ടൈല് കൊടുത്തിട്ടുണ്ട് തറയില്, ബാക്കിയുള്ള ഇങ്ങനത്തെ ടൈലും അല്ലേ? ഇവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നമുക്ക് ബാൽക്കണി കാണാം. പഴയ ഇവിടെ ഇപ്പൊ ഹാളിലേക്ക് നമുക്ക് 2 ഭാഗത്തും ജനാല കൊടുത്തിട്ടുണ്ട് അല്ലേ? വെട്ടം കയറും. അവിടെ ആ ഡോർ ഉള്ളതുകൊണ്ട് പുറത്തേക്കുള്ളത്. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു ജനല്, പിന്നെ ഈ ഫ്രണ്ടിൽ നിന്ന് വരുന്ന ഈ ജനലും കൊടുത്തിട്ടുണ്ട് അല്ലേ? ഫ്രഞ്ച് ടൈപ്പ് ജനല് തന്നെ കൊടുത്തത്. ഇതാണ് നമ്മുടെ ബാൽക്കണി അല്ലേ? വേങ്ങ തന്നെ. താഴത്തെ ആദ്യത്തെ അതുപോലെ തന്നെ അല്ലേ? ടെക്സ്ചർ വർക്ക് ചെയ്തിട്ടുണ്ട്. 2 തൂണുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ ഇരിപ്പിടം അല്ലേ? ഹാൻഡ് റെയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇരിക്കാൻ ഇതിന്റെ മേളിൽ ടോപ്പിൽ വന്നേക്കുന്നത് ഗ്രാനൈറ്റ് തന്നെയാണ് കൊടുത്തേക്കുന്നത് അല്ലേ?
ഇതിപ്പോ ശരിക്കും ഇത് ആ മെയിൻ റോഡ് സൈഡ് ആയത് മെയിൻ റോഡ് തന്നെയാണ്. അതല്ലേ? നമ്മളിപ്പം ഇത് രാമക്കൽമേട്ടിലേക്ക് പോകുന്ന വഴിയല്ലേ അല്ലേ? മെയിൻ റോഡാണ്. അപ്പൊ നമ്മളിപ്പോ മതിൽ കൊടുക്കാത്തതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം റോഡിന്റെ വീതി കൂടി വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഇച്ചിരി സ്പേസ് പോകും. നമ്മള് അത് റോഡ് പണി കഴിഞ്ഞിട്ട് നമ്മള് മതിലിന്റെ ഗേറ്റിന്റെ വർക്ക് ചെയ്യുന്നുള്ളൂ അല്ലേ? ഇതിന്റെ ഡോറും നമ്മളിപ്പം ആ താഴെ കണ്ട പോലത്തെ തന്നെ ഡോറല്ലേ? ഇത് തന്നെയാണ് അല്ലെ? താഴത്തെ ആ മെയിൻ ഡോറിന്റെ അതേ രീതിക്ക് തന്നെ ഇവിടെയും ചെയ്തേക്കുന്നത്. ഇതും തേക്ക് തന്നെ ചെയ്തേക്കുന്നത് അല്ലേ? നമ്മള് വേറെ മണിക്കാടിന്റെ കൂട്ടം വിളിച്ചില്ല, കാരണം ഇതിന് യൂസ് ഇല്ല. ഇതിന്റെ ടൈലെല്ലാം സെയിം തന്നെ സൈസാണ്, ടൈപ്പാണ് വന്നത് 4x2 അല്ലേ? കാണുമ്പോ ഒരു ഗ്രാനൈറ്റ് പോലെ തോന്നുന്നോണ്ട്. അതെ അല്ലേ? പിന്നെ ചെളി പിടിച്ചാലും അറിയത്തില്ല, ഇങ്ങനെ കളർ ആയതുകൊണ്ട്. അധികം പൊടിയാണേലും അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകുന്നില്ല അല്ലേ? ഇത് നമ്മള് കിച്ചണിലേക്കാണ് വരുന്നത്. ഇവിടെ നമ്മള് വേഗയുടെ തടി തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഡോറിന് വേണ്ടിട്ടല്ലേ? പിന്നെ ഒരു ഗ്ലാസിന്റെ ഒരു ചെറിയൊരു പീസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അകത്തേക്ക് വരുവാണെങ്കിൽ നമ്മള് കബോർഡിന് യൂസ് ചെയ്തിരിക്കുന്ന ബോർഡിലും ഇതെല്ലാം തടിയുടെ ഫ്രെയിം തന്നെയാണ്. പിന്നെ അതില് ഈ ഡോർ വന്നിരിക്കുന്നത് എക്കോ ബോർഡ് എന്ന് പറഞ്ഞൊരു ബോർഡാണ്. എക്കോ ബോർഡല്ലേ? എക്കോ ബോർഡ്. ഇവിടെ ഇങ്ങനെ ചെറിയ ബോർഡിലൊക്കെ വെക്കാൻ സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇത് ശരിക്കും ഒത്തിരി മോഡലിലല്ല കിച്ചൺ പണിതിരിക്കുന്നത്. നമുക്ക് കംഫോർട്ട് ആയിട്ടുള്ള രീതിയിൽ ഇഷ്ടപ്പെടുന്നത് വന്നിരിക്കുകയാണ്. ഇതിന്റെ ടോപ്പ് ഒക്കെ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രാനൈറ്റ് അല്ലേ? ഗ്രാനൈറ്റ് തന്നെ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ വാൾ ടൈലുകള് ഇങ്ങനെ ഒരു പ്രത്യേക കളർ അതുപോലെ ചെളി പിടിച്ചാലും പെട്ടെന്ന് അങ്ങനെ പെട്ടെന്ന് മുഷിയാതിരിക്കാൻ കൊടുത്തിരിക്കുന്നത് അല്ലേ? അതിന്റെ താഴ്ഭാഗത്തും ബോക്സുകൾ കൊടുത്തിട്ടുണ്ട്. താഴത്തെ ടൈല് ബാക്കി കിച്ചണിൽ മാത്രമാണ് അത്യാവശ്യം വ്യത്യസ്തമായിട്ടുള്ള ഗ്രിപ്പുള്ള ടൈലാണ്. വെള്ളം വീണാന്നും പ്രശ്നമില്ല. പിന്നെ അവിടെ ഒരു 3 വാളയുടെ ജനല് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ഇതിന്റെ കിച്ചണൊക്കെ വന്നേക്കുന്നത്. ഓക്കെ. ഇവരെ 2 കിച്ചൺ അല്ലേ? 2 കിച്ചൺ. ഇവിടെ നമുക്കൊരു വർക്ക് ഏരിയ പ്ലസ് കിച്ചൺ എന്നുള്ള രീതിയിലാണ് വന്നിരിക്കുന്നത്. ഇതും സെയിം തന്നെ ടൈപ്പിലാണ് ചെയ്തിരിക്കുന്നത് അല്ലേ? 2 ഭാഗത്തായിട്ട് ഈ നമ്മുടെ കബോർഡുകൾ ചെയ്തിട്ടുണ്ട്, ബോക്സുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ്. പിന്നെ ഇതിന്റെ ഗ്രാനൈറ്റ് ആണ് ഇതിന്റെ ടോപ്പിലും വന്നിരിക്കുന്നത്. പിന്നെ നമ്മള് 2 പാളിയുടെ കഥകാണ് കിച്ചണിൽ കൊടുത്തിരിക്കുന്നത് അല്ലേ? നമ്മളെപ്പോഴും ഓപ്പൺ ആക്കി ഇട്ടിരിക്കുന്ന ഇതായോണ്ട് ഇപ്പൊ നമ്മൾ മറ്റേ ഒറ്റ സിംഗിൾ ഡോർ ആണ് എപ്പോഴും തുറന്നിടുവാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ കേറാനൊക്കെ സാധ്യതയുണ്ട്. അപ്പൊ നമ്മള് ഇത് മാത്രം ഇത് താഴത്തെ അടച്ചിട്ടിട്ട് മേളിൽ ഓപ്പൺ ചെയ്തിടുവാണെങ്കിൽ കാറ്റും കയറും. കിച്ചണാകുമ്പോ എപ്പോഴും നമ്മൾ തുറന്നിടേണ്ട ആവശ്യകത വരുന്നുണ്ടല്ലോ അല്ലേ? ഇതെല്ലാം സെയിം തന്നെ ടൈലുകൾ ഇവിടെയും കൊടുത്തിരിക്കുന്നത് അല്ലേ? അങ്ങനെ എല്ലാ സൗകര്യങ്ങളും കൂടിയിട്ട്. പിന്നെ മേളത്തെ ഷെൽഫിൽ നമ്മളങ്ങനെ ബോക്സുകളൊന്നും കൊടുത്തിട്ടില്ല അപ്പുറത്തെ പോലെ അല്ലേ? ഷെയ്ഡായിട്ട് വരുന്ന സ്ഥലങ്ങളിൽ. ടൈലെല്ലാം സെയിം തന്നെയാണ് അങ്ങനെ വന്നിരിക്കുന്നത്. ഒരേ പാറ്റേണിലാണ് 2 കിച്ചണും വന്നിരിക്കുന്നത് അല്ലേ? നമ്മളൊരു വർക്ക് ഏരിയ കൂടെ, ഒരു അടുപ്പ് വരുന്ന ഒരു വർക്ക് ഏരിയ കൂടെ വരാൻ ഇവിടെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഭാവിയിലേക്ക് ചേട്ടാ, നമുക്കിതിപ്പോൾ എത്ര രൂപ ബഡ്ജറ്റ് വന്നിട്ടുണ്ട് ഈ വീട് വേണ്ടി പൂർത്തീകരിച്ച് വന്നപ്പോൾ? ഈ വീട് ഇത് 2350 സ്ക്വയർ ഫീറ്റാണ് വീട്. നമുക്കിത് ഒരു 42 ലക്ഷത്തോളം രൂപ മുടക്ക് വന്നിട്ടുണ്ട്. മെറ്റീരിയൽ എല്ലാം നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ വെച്ചാണ് ഉപയോഗിച്ച് പണി പൂർത്തീകരിച്ചിരിക്കുന്നത്. ഇന്ത്യയിലിനോടൊന്നും ക്ലയൻറ്റിന് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് അത് നമ്മൾ ഒഴിവാക്കിയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ വീടിൻ്റെ നിർമ്മാണ രീതികളിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലൊക്കെ വീടുകൾ നിർമ്മിക്കാൻ താല്പര്യമുള്ള ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം. അപ്പോൾ മറ്റൊരു വീടിൻ്റെ വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.